വിർച്വൽ അറസ്റ്റിലൂടെ റിട്ടയർഡ് അധ്യാപികയിൽ നിന്ന് 18 ലക്ഷം രൂപ തട്ടിയ കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനെയാണ് കോഴിക്കോട് റൂറൽ സൈബർ ക്രൈം പോലീസ് അറസ്റ്റ് ചെയ്തത്. കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്നും വിദേശത്തേക്ക് കടക്കുന്നതിനിടെ എമിഗ്രേഷൻ വിഭാഗം പ്രതിയെ തടയുകയായിരുന്നു. കേസിൽ നേരത്തെ 2 പേർ അറസ്റ്റിലായിട്ടുണ്ട്. റിട്ടയർഡ് അധ്യാപികയെ 2 ദിവസം വെർച്വൽ അറസ്റ്റിൽ നിർത്തിയാണ് സൈബർ തട്ടിപ്പുകാർ 18 ലക്ഷം രൂപ തട്ടിയത്. ജില്ലാ പോലീസ് മേധാവി KE ബൈജുവിന്റെ നിർദ്ദേശപ്രകാരമാണ് സൈബർ ക്രൈം പോലീസ് അന്വേഷണം ഏറ്റെടുത്തത്. ഈ കേസിലാണ് ഒരാൾ കൂടി അറസ്റ്റിലായത്. താമരശ്ശേരി സ്വദേശി മുഹമ്മദ് സൽമാനെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ വെച്ച് പിടികൂടിയത്. ഈ കേസിൽ നേരത്തെ താമരശ്ശേരി സ്വദേശി കയ്യേലിക്കൽ മുഹമ്മദ് ഷാനിഷ്, മടവൂർ സ്വദേശി മുഹമ്മദ് ജനീസ് എന്നിവർ പിടിയിലായിരുന്നു. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് പ്രതികൾ പരാതിക്കാരിയെ വെർച്വൽ അറസ്റ്റ് ചെയ്തതായും കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് രജിസ്റ്റർ ചെയ്തതായും വിശ്വസിപ്പിച്ച് പണം തട്ടിയത്. പരാതിക്കാരിയുടെയും മകന്റെയും അക്കൗണ്ടുകളിൽ നിന്ന് പല തവണകളായി പണം കൈമാറുകയായിരുന്നു. അധ്യാപികയുടെ നഷ്ടമായ പണത്തിൽ 7 ലക്ഷത്തോളം രൂപ പ്രതികളുടെ അക്കൗണ്ടിലെത്തിയതായി കണ്ടെത്തിയിരുന്നു. സൽമാന്റെ നിർദ്ദേശപ്രകാരം താമരശ്ശേരിയിലെ വസ്ത്രവ്യാപാര സ്ഥാപനത്തിലേക്കാണ് തട്ടിയെടുത്ത പണം ട്രാൻസ്ഫർ ചെയ്ത് നൽകിയതെന്ന് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ഈങ്ങാപ്പുഴയിൽ നിന്ന് യുവാവിനെ തട്ടിക്കൊണ്ടുപോയ കേസിലും മുഹമ്മദ് സൽമാൻ പ്രതിയായിരുന്നു. 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.